അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മാത്സ് എക്സാമിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ മാത്സ് എക്സാമിൻ്റെ റിവ്യൂവിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ബേസിസ് പറയുകയാണെങ്കിൽ എനിക്ക് പരീക്ഷ അത്യാവശ്യം നല്ലോണം പാടായിട്ടാണ് തോന്നിയത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷ ഒന്നാമത് കുറച്ച് ടഫാക്കി അവർ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 3 ചാപ്റ്റർ കവർ ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പഠിച്ചത് വരെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ബാഡായിരുന്നു എക്സാം. ഞാൻ പിന്നെയും എനിക്കറിയാവുന്നതൊക്കെ അത്യാവശ്യം വൃത്തിക്ക് എഴുതാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. പറയുന്നുണ്ടെങ്കിൽ 6 മാർക്കിൻ്റെ സെക്ഷനിലുള്ള ഈ വെക്ടർ ആൾജിബ്രയും ഇതൊക്കെ 6 മാർക്കിൻ്റെ സെക്ഷൻ ചോദിക്കുമെന്ന് അറിയാമെന്ന് ഞാൻ നല്ലൊരു ക്ലാസ്സൊക്കെ നോക്കി അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചോദിച്ചാലും എനിക്ക് നല്ലോണം എഴുതാൻ പറ്റി. അതൊക്കെ ഞാൻ വൃത്തിക്ക് പഠിച്ചിട്ടായിരുന്നു പോയത്. പിന്നെ ഇൻ്റഗ്രേഷൻ ഞാൻ അത്യാവശ്യം ഒരു നോക്കിയായിരുന്നു, പക്ഷേ എനിക്കാണെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ ഡിഫറൻസിയേഷൻ ആണെങ്കിൽ നോക്കി, പക്ഷേ കണ്ടിന്യൂഷനായിരുന്നു കൂടുതലും വന്നത്. ഡിഫറൻസിയേഷൻ ആയിരുന്നു ഞാൻ കുറച്ചുകൂടി കൂടുതൽ നോക്കിയത്. പിന്നെ ഞാൻ ഏതായിരുന്നു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസും ആയിരുന്നു നോക്കാത്ത ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ നോക്കിയിട്ട് തന്നെയാണ് പോയത്. ലാസ്റ്റ് ടെൻഷനായിട്ട് മെട്രിക്സിൻ്റെ വരെ ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ കിട്ടുന്നില്ലായിരുന്നു. സ്റ്റെപ്പ് അല്ല എൻ്റെ കറക്റ്റാണ്, ഫൈനൽ എനിക്ക് എന്തോ പെട്ടെന്ന് സ്പീഡ് ചെയ്തെന്തോ മിസ്റ്റേക്ക് ആയിപ്പോയി. പിന്നെ ഒന്നാമത്തെ ക്വസ്റ്റിനൊക്കെ നല്ലതായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റിനും ഞാൻ ആ രണ്ടാമത്തെ സിംപ്ലിഫൈ ചെയ്ത് വന്ന് ലാസ്റ്റ് ആൻസർ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഒരു ഞാൻ ഒരു പകുതി വരെ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഓരോന്നിനകത്തും ചിലതിനകത്തൊന്നും എനിക്ക് മിക്ക ക്വസ്റ്റ്യൻസും കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യം ഒരു ഇതെല്ലാം പറ്റുന്ന പോലെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കെ ബൈ.